ഗെയിമിംഗിലൂടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിൽഡ് ചെയ്തു, കോക്പിറ്റും റേസിംഗ് സെറ്റപ്പൊക്കെ ബിൽഡ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഒരു 5 ഗെയിം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ക്രൂ, മോട്ടർഫെസ്റ്റ്, ഫോർസ, WRC, ഗ്രാൻ ടറിസ്മോ ആൻഡ് അസെറ്റോ കോർസ. ഇതിൽ ക്രൂ മോട്ടർഫെസ്റ്റിൽ POV വീഡിയോ ഉണ്ടാവില്ല. ഞാൻ ആക്ച്വലി റെക്കോർഡ് അമർത്താൻ മറന്നുപോയി. സോ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലെറ്റ്സ് ബിഗിൻ. ഹേ ഗൈസ്, നമ്മൾ ആദ്യം ക്രൂ മോട്ടർഫെസ്റ്റാണ് റിവ്യൂ ചെയ്യുന്നത്. റിവ്യൂ അല്ല, ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. ഹൗ ഇറ്റ് ഫീൽസ് ലൈക്ക്. ഇതിൻ്റെ ഒരു ഞാൻ ആദ്യമായിട്ടാണ് വീൽസ് എല്ലാം യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് സെറ്റിങ്സ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫീൽ ഫസ്റ്റ് എൻ്റെ ഒരു ഇംപ്രഷനാണ് ഫസ്റ്റത്തെ. ഓക്കെ, ഞാൻ പാഡൽ ഷിഫ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഷിഫ്റ്റർ ഞാൻ യൂസ് ചെയ്യുന്നില്ല, പാഡൽ ഷിഫ്റ്റർ യൂസ് ചെയ്യുന്നത് വിത്തൗട്ട് ക്ലച്ച്. പിന്നെ നമുക്ക് ആദ്യം ഓടിക്കാം. അടിപൊളി ഫീലാണ് ഗൈസ്. ഇത് ആദ്യം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീല് കണക്ട് ചെയ്യൽ ഭയങ്കര ഈസിയാണ്. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ജസ്റ്റ് കണക്ട് ചെയ്യുക, യു ആർ ഗുഡ് ടു ഗോ. പക്ഷേ ഇതിൻ്റെ ഫോഴ്സ് ഫീഡ്ബാക്ക് സെറ്റിങ്സ് ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ സെറ്റിങ്സിൽ ഇതിൻ്റെ ഫോഴ്സ് ഫീഡ്ബാക്ക് 100 കിടക്കണ്ടായിരുന്നു. ഇനിഷ്യലി അത് ഫുള്ളായതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ഓഫ് റോഡ് റോഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ കിടന്ന് ഇളകും. നന്നായി തിരിയും. അതിൻ്റെ ഒരു ഭയങ്കര നമ്മുടെ എന്താ പറയുക, ഒരു ബാധ കയറിയ പോലെയാണ് ഇതിൻ്റെ ഒരു ഫീലായിരുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് നല്ല നമുക്കത് ഓടിക്കാനുള്ളൊരു സുഖം കിട്ടിയത്. സോ അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ആ ഫോഴ്സ് ഫീഡ്ബാക്ക് ഇനീഷ്യലി ഫോഴ്സ് ഫീഡ്ബാക്ക് ഉള്ള കാരണം നമുക്കൊരു ഇനീഷ്യലി എന്താ പറയുക, നമുക്കൊരു ഡൗട്ട് വന്നു. ഇതിപ്പോൾ ഞാൻ മേടിച്ചത് വെറുതെ, ഇതിപ്പോൾ ഓടിക്കാൻ പറ്റുന്നില്ല, ഈ സ്റ്റിയറിംഗ് വീൽ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, അത് ഫോഴ്സ് ഫീഡ്ബാക്ക് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനതൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് നമുക്കൊരു പടപടയ്ക്കാം. ഓക്കെ, ഇതാണ് ഫോഴ്സ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇത് 100 കിടന്നിട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓടിക്കാൻ. ഡാമ്പർ എന്ന് പറയുന്നത് അത് കുറയ്ക്കും തോറും സ്റ്റിയറിംഗ് വീൽ നല്ല ലൈറ്റ് ആയിക്കൊണ്ടിരിക്കും. 35 എനിക്കൊരു ഫീൽ ഗുഡ് തരുന്നുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ നെഫ്യൂ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഈ ഡാമ്പർ കുറച്ച് വയ്ക്കുന്നതാണ് അവനിഷ്ടം. അവന് ടോയ്സുള്ളൂ. പിന്നെ വൈബ്രേഷൻസ് ലൈക്ക് ഡീസൻറ്റ്. നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു നല്ല ഫീൽ കിട്ടും. പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാനേ പറ്റത്തില്ല. അത് കിടന്ന് ഇളകിക്കൊണ്ടിരിക്കും ഈ ഒരു സ്റ്റിയറിംഗ് വീല്. പിന്നെ ബാക്കിയുള്ള സെറ്റിങ്സ് ഞാനൊന്നും മാറ്റാൻ അറിയില്ല, അതാണ് മെയിൻ കാര്യം. അപ്പോൾ അതൊന്നും നമ്മൾ ഒരുപാട് പരീക്ഷിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. മേ ബി ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യായിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ സെറ്റിങ്സ്. അപ്പോൾ ഇത് ഞാൻ ഫോഴ്സ് ഫീഡ്ബാക്ക് 35 വെച്ചിരുന്നത്. 50 വെച്ച് നോക്കി, എനിക്കത് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് 35 വെച്ചു. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും, എന്നാൽ ഓവറോ അല്ല. ഓക്കെ, ഒരു പടം പഠിക്കാം നമുക്ക്. പിന്നെ കാറ് മാറുന്നതനുസരിച്ച് ഇതിൻ്റെ സെറ്റിങ്സും ചെറുതായിട്ട് മാറ്റേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഓടിക്കുന്ന ഫീലല്ല. ഞാൻ വേറൊരു റാലി കാർ ഉണ്ടായിരുന്നു, അത് ഓടിക്കുമ്പോൾ ഈ കാർ ഓടിക്കുന്ന ഒരു ഫീലല്ല. സോ അതുകൊണ്ട് ഒരു കാര്യം. പിന്നെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗെയിം നിങ്ങൾക്ക് കാണാമല്ലോ, ഭയങ്കര അടിപൊളിയാണ്. അതായത് ഇതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഫോർസ ഉണ്ട്. ആ ഫോർസ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ക്രൂവിനാണ് കുറച്ചും കൂടിയും ഞാൻ മാർക്ക് കൊടുക്കുക. പിന്നെ ഇത് ഓടിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് യൂസ്ഡായി വരുന്നുള്ളൂ. പക്ഷേ കൺട്രോളർ വെച്ച് അപേക്ഷിച്ച് ഈ സ്റ്റിയറിംഗ് വീല് ഒരു രക്ഷയില്ല ഗൈസ്. 2 ഡൗൺ 1 പെട്ട. ഓക്കെ, ഞാൻ കുറച്ച് നേരം ശാന്തമായിട്ട് ഓടിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അതാണ്. അപ്പോൾ എൻ്റെ ഇംപ്രഷൻ അതായത് ഫീഡ്ബാക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഇതൊരു ആർക്കേഡ് ഗെയിമാണ്. ഇത് പക്കാ സിമുലേഷൻ ഗെയിമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇതിപ്പോൾ നമ്മൾ ശരിക്കുള്ള കാർ ഓടിക്കുന്ന പോലെ ഒന്നുമല്ല. അപ്പോൾ ശരിക്കുള്ള കാറിൽ നമ്മൾ റൈറ്റ് ടേൺ എടുത്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ റൈറ്റ് ടേൺ തിരിയുന്നോട് കൂടിയിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ സ്ട്രെയിറ്റ് ആവുക, അതൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ല. അപ്പോൾ അത് എൻ്റെ എക്സ്പെക്റ്റേഷൻ അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കിതൊരു ഫൺ ഗെയിം. ഇപ്പോൾ നമുക്കൊന്നൊരു വെറുതെ ചുമ്മാ ഒന്ന് ഓടിച്ച് നോക്കാം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൈഡിൽ പോയിട്ട് ഇപ്പോൾ ആ കല്ല് മേടിച്ചാലൊന്നും വണ്ടിക്കൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു ഫീൽഡിൽ ഓടിക്കാൻ പറ്റിയ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഗെയിമാണ് ഈ എന്താ പറയുക, ഒരു ക്രൂ മോട്ടർഫെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റിയറിംഗ് വീൽ
ഓടിക്കാൻ നിർത്താൻ പറ്റത്തില്ല. അതുപോലെ ഒരു നല്ല നല്ല നമുക്കൊരു കിടു ഫീലാണ് ഗൈസ് ഇത് ഓടിക്കുമ്പോൾ. ഞാൻ യൂസ് ചെയ്യുന്നത് ത്രസ്റ്റ്മാസ്റ്റർ T300 ആണ്. അപ്പോൾ RSGT എന്ന് പറഞ്ഞൊരു വേർഷനാണ്. ഇതന്നെ വേണമെന്നില്ല, വേറെ പല സ്റ്റിയറിംഗ് വീലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് നന്നായി റിസർച്ച് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ലേറ്റർ ഉണ്ടാക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളത് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ ഇതിനിപ്പോൾ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, കോക്പിറ്റ് വ്യൂ ഉണ്ട്. കോക്പിറ്റ് വ്യൂ വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് ചെറുതായിട്ട്. ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളിത് ഓടിക്കുമ്പോൾ. കാരണം നമ്മൾ ശരിക്കുള്ള വണ്ടി ഓടിക്കുന്ന പോലെയല്ല, ഒത്തിരി ഡിഫറെൻ്റാണ്, ഒത്തിരി അല്ല നല്ലോണം ഡിഫറെൻ്റാണ്. അപ്പോൾ നമുക്കത് ഒന്ന് യൂസ്ഡ് ആകുമ്പോൾ കുറച്ച് ടൈം എടുത്തു. പിന്നെ ഞാൻ ഇതിൽ കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യൂ നല്ലത് കാണാനൊക്കെ ഭംഗി മറ്റേ ഇതിന് മുന്നത്തെ വ്യൂ ആണ്. നിങ്ങൾ കമൻറ്റിൽ പറയും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യൂ എന്ന്. അത് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഇതാണ് ക്രൂ. ഡീസൻറ്റ് ഗെയിം അല്ല, ഗെയിം ഈസ് ഓസം. ഞാൻ പറയുന്നത് ഈ വീല് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീസൻറ്റ് ഫീഡ്ബാക്ക് ഉണ്ട്. അത്യാവശ്യം രസമാണ് ഓടിക്കാൻ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു റേസൊക്കെ നമ്മളിങ്ങനെ നല്ല റോഡിലൊക്കെ നല്ല പടപടങ്ങനെ അതിൻ്റെ ഒരു ഫീല് കിട്ടും പടയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്കിനി ഇത് ക്രൂ മോഡ് ഫസ്റ്റ്, നമുക്കിനി ഫോർസയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ നേരത്തെ കണ്ടത് നേരത്തെ കണ്ടത് ക്രൂ. നൗ വി ആർ ഇൻ ഫോർസ. ആൻഡ് ദി ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ഫോർസ അടിപൊളി വ്യൂ ആണ്. പക്ഷേ ക്രൂ മോശമല്ല, പക്ഷേ ഇത് കുറച്ചും കൂടി റോ ആണ്. ക്രൂവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രൂവിൽ കുറച്ചും കൂടിയും എന്താ പറയുക, കുറച്ച് എനിക്ക് ആ വേർഡ് കിട്ടുന്നില്ല പറയാൻ. അതായത് അതിലൊരു ഫംഗി സ്റ്റഫ്സ് ഉണ്ട് അതിനകത്ത് കുറേ നേരം. ഇപ്പോൾ ഇതിനകത്ത് ഈ ക്രൂവിനകത്ത് കുറച്ചും കൂടി റോ ആണ്. ഫോർസയ്ക്കകത്ത് കുറച്ചും കൂടി റോ ആണ്. അതായത് ഫോറസ്റ്റ് ഉണ്ട്. ഐ മീൻ നമ്മളിതിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ എത്തുമ്പോൾ മാത്രമാണ് കുറച്ചിങ്ങനെ കളർഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. അതർവൈസ് എന്താണ് എൻവയോൺമെൻറ്റ്, ആ എൻവയോൺമെൻറ്റാണ് ഇതിലെ മെയിൻ കണ്ടൻറ്റ്. ക്രൂവിൽ നമ്മളിങ്ങനെ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും റൈറ്റ് സൈഡിലൊക്കെ കുറേ ബാനേഴ്സ്, കുറേ ബാനേഴ്സും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ടാവും. അത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടം ഇങ്ങനത്തെ കുറച്ചും കൂടി റോ ആയിട്ടുള്ള, അധികം അങ്ങനത്തെ ഒരുപാട് അഭ്യാസങ്ങളില്ലാത്ത ഇതാണ് എനിക്കിഷ്ടം. ഓക്കെ, സ്റ്റിയറിങ് അത് ചേട്ടൻ ഇടിച്ചു, ഞാനല്ല കേട്ടോ. അപ്പോൾ സ്റ്റിയറിങ് എൻ്റെ ഫീൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയൊരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ഒരു മേജർ ഡിഫറൻസ് എന്ന്. നമ്മൾ ക്രൂവിൽ നോക്കിയപ്പോൾ നമ്മളൊരു 3 സെറ്റിങ്സ് അല്ലേ മെയിനായിട്ട് കണ്ടുള്ളൂ. ഫോഴ്സ് ഫീഡ്ബാക്ക്, ഡാമ്പർ, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു വൈബ്രേഷൻ. ഇതിനകത്ത് കണ്ടോ ഒരു ലോഡ് സെറ്റിങ്സ് ഉണ്ട്. ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ, ഒരുപാട് മനസ്സിലായിട്ടില്ല. ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചു, കുറച്ച് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ ഏകദേശം ഈ ഒരു ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് കംഫർട്ടബിൾ ലെവൽ. അത് മാറുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊരു വീഡിയോ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും ഫീഡ്ബാക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു ഗെയിമിന് ഒരുപാട് ഫീഡ്ബാക്ക് സ്റ്റിയറിംഗ് വീലിൽ കൊടുത്താലാണ് നമുക്കൊരു മാക്സിമം അതിൻ്റെ എക്സ്പീരിയൻസ് കൂടത്തുള്ളൂ. അപ്പോൾ ഇതൊരു ആർക്കേഡ് ഗെയിമാണ്. പക്ഷേ ആർക്കേഡ് ഗെയിമിനകത്ത് തന്നെ ഇത്ര അധികം ഫീഡ്ബാക്ക്സ് തരാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. പിന്നെ വേറൊരു സെറ്റിംഗ് കൂടി ഉണ്ട്, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് പറയാനറിയില്ല. ഇത് വേണ്ട, സിമുലേഷൻ എന്ന സെറ്റിംഗ് ഉണ്ട്, വേറെ സ്റ്റാൻഡേർഡ് ഉണ്ട്, അസിസ്റ്റഡ് ഉണ്ട്. ഞാൻ അതിൽ സിമുലേഷൻ ഇട്ടിരിക്കുന്നത്. ലെറ്റ് സി, ബിക്കോസ് അതാണല്ലോ നമ്മുടെ ഒരു ഉദ്ദേശം. ഇത് ആർക്കേഡ് ഗെയിമാണ്, അപ്പോൾ പക്ക സിമുലേഷൻ ഗെയിം അല്ല. എന്നിരുന്നാലും ആർക്കേഡ് ഗെയിമിലൊരു സിമുലേഷൻ ഫീൽ, ഒരു ഹൈബ്രിഡ്. ഓക്കെ, നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഗിയർ കുറച്ച് നേരത്തെ മാറ്റി. ഞാൻ ഈ പാഡൽ ഷിഫ്റ്റ് യൂസായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മാനുവലിൽ നമ്മൾ ഗിയർ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കറക്റ്റ് ടൈമിൽ പോവില്ലോ. ഇതങ്ങനെ പോവില്ല. പിന്നെ നമ്മൾ റിയൽ ലൈഫിൽ ഓടിക്കുന്ന പോലെയല്ല, ആ ഫീഡ്ബാക്കൊക്കെ ഒരു ഡിഫറെൻ്റ് ആണ് ഇതിനകത്ത്. സോ നമുക്കെപ്പോഴും കറക്റ്റ് ടൈമിന് നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൺട്രോള് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് ഓടിക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ കൺട്രോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഓട്ടോമാറ്റിക് ഓടിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് കൺട്രോള് പാഡൽ ഷിഫ്റ്റ് യൂസ് ചെയ്ത് ഓടിക്കുമ്പോഴാണ്. ആരെങ്കിലും ഇടിക്കാൻ വരല്ലേ? ഓക്കെ, വളവിൽ ശ്രദ്ധിക്കണമെന്നാണല്ലോ. പിന്നെ ഇതിൻ്റെ വ്യൂ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൊന്ന് പറയൂ. എനിക്ക് ഇതാണ് കുറച്ചും കൂടിയും അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത്.
ഫോർസയുടെ വ്യൂ ആണ് കുറച്ചുകൂടി നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. ചില ഏരിയാസിൽ നമുക്ക് ക്രൂവും എനിക്കിഷ്ടമാണ്. പക്ഷേ ക്രൂ ആയിട്ടുള്ളൊരു മേജർ ഡിഫറൻസ്, ക്രൂവിനകത്ത് നമ്മൾ കാറ് മാത്രമല്ല, ബൈക്ക്, ബോട്ട് എല്ലാം ഉണ്ട്, എയ്റോപ്ലെയിനുണ്ട്. പക്ഷേ എനിക്ക് എന്തോ അതൊന്നും ഓടിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാറാണ് നമ്മുടെ ഒരു മെയിൻ പരിപാടി. റിയൽ ലൈഫിൽ ബൈക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ, പിന്നെ അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് ആ ബൈക്കിൻ്റെ ഫീല് നമുക്ക് സ്റ്റിയറിംഗ് വീല് വെച്ചിട്ടൊന്നും അങ്ങനെ എന്താ പറയുക കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് വെച്ച് ഫോർസയാണ് ഇഷ്ടം. ക്രൂവിൽ ഞാൻ ഓടിക്കുകയാണെങ്കിൽ കാർ മാത്രമേ ഓടിക്കുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഓവർക്കില്ലല്ല. അതിനകത്ത് ഞാൻ ആ ചേട്ട പിടിക്ക് പോണേ, എന്തോ അടിച്ചിൻ്റെ ആൾ ചിലപ്പോൾ ആദ്യമായിട്ട് സ്റ്റിയറിംഗ് വീൽ ഉപയോഗിക്കുന്ന ആളായിരിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ പതുക്കെ ഓടിക്കണം ആക്ച്വലി. ചേട്ടാ BMW മനസ്സിലായോ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീല്. ഞാൻ പറയുകയാണെങ്കിൽ അതാണ് ഒരു മെയിൻ ഡിഫറൻസ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോക്ക്പിറ്റിനകത്തുള്ള വ്യൂ കാണിച്ചു തരാം. അടിപൊളി. ഈവൺ ആ സൗണ്ട് തന്നെ ഡിഫറെൻ്റ് ആട്ടോ. നിങ്ങൾക്കിതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കും. അപ്പോൾ ആ സൗണ്ട് ഇതിനകത്ത് കയറുമ്പോഴുള്ള ഒരു സൗണ്ട് തന്നെ നമുക്കൊരു വേറൊരു ഇമേഴ്സീവ് സൗണ്ടാണ് വരിക. നമ്മൾ തമിഴ്നാട്ടിലെത്തിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലേ. ഒന്ന് പിടച്ചോക്കട്ടെ. നമ്മൾ ഈ കോക്ക്പിറ്റിനകത്ത് നിന്ന് ഓടിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോയില്ലേ, സ്പിന്നാവില്ലേ. അപ്പോൾ നമുക്ക് തീരെ കൺട്രോൾ കിട്ടില്ല. മറ്റേത് നമുക്കറിയാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്, ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. ഇങ്ങനെ ഓടിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പെടച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സ്ഥലത്ത് തിരിയേണ്ട വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ല. മേ ബി അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. റാസ് ഓഫ് നൗ ഇപ്പോൾ ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പോയി ഇടിക്കാൻ നിർത്തിയുള്ളൂ. പിന്നെ കമൻറ്റ് സെക്ഷനിൽ അഗെയിൻ പറയുക നിങ്ങൾക്ക് ഏത് വ്യൂ ആണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നു കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വ്യൂ ആയിരിക്കും കൂടുതൽ നല്ലത് തോന്നുന്നു. അതിൻ്റെ ഇടയിലൊരു വ്യൂ പോയല്ലോ, അതൊന്ന് നോക്കിയാലോ. ഇത് കുറച്ചും കൂടിയും സ്റ്റിയറിംഗ് വീൽ ഇല്ലാത്തൊരു വ്യൂ. ഗിയർ മാറാൻ മറന്നു അഗെയിൻ. പണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയതാണ് ഓർമ്മ വരണേ, ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും ഗിയർ മാറട്ടോ. അതുപോലെ ഉണ്ട് ഒരുപാട് പടച്ചാലോ. ഇതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ഞാൻ ഫോർസ വന്നപ്പോൾ ക്രൂവിനേക്കാളും ഞാൻ കുറച്ച് കുറവാ സംസാരിക്കണേന്ന് എനിക്കൊരു ഫീൽ വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഇതാണ്. നല്ല എന്താ പറയുക, ഒബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു കാറ് എൻ്റെ ഇല്ല, മേടിക്കാനും പറ്റത്തില്ല. അപ്പോൾ അത് ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം, പിന്നെ അതിൻ്റെ ഫീല്, ഗിയർ ചേട്ടാ ഗിയർ ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒരു ഫീല്. അപ്പോൾ അതാണ് ഞാൻ ഓവറോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, ഫോർസയിലത്തെ ഫീഡ്ബാക്ക് കുറച്ച് ഒരു എക്സ്ട്രാ ലെവൽ കൂടി നിൽക്കും കമ്പയർഡ് ടു ക്രൂ. ആൻഡ് ഓടിക്കാനുള്ള ഫീല്, അതിൻ്റെ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ആ റിഫ്ലക്ഷൻ നോക്കിയാൽ മിററിലല്ല, ആ വിൻഷീൽഡിൽ വരുന്ന റിഫ്ലക്ഷൻ കണ്ടോ, ഡീറ്റെയിലിംഗ്. ഇത്രയും ഡീറ്റെയിലിംഗ് ക്രൂവിലും ഉണ്ട് ചേട്ടാ. നമ്മുടെ ചില്ല് കയറ്റിട്ടിട്ട് രണ്ട് തെറി പറയണം. ചില്ല് കയറ്റിട്ടിട്ട് തെറി പറയാൻ പാടുള്ളൂ കേട്ടോ. ചില്ല് കയറ്റിട്ടാണ് തെറി പറഞ്ഞു കഴിഞ്ഞാലേ എന്തിനാ വെറുതെ. ചില്ല് കയറ്റിട്ട് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ചേട്ടൻ വന്നിട്ട് എൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞു, ആ ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ എനിക്ക് ക്രൂവിനേക്കാളും കൂടുതൽ ഫീഡ്ബാക്കും എല്ലാം അടിപൊളിയായിട്ട് ഫീൽ ചെയ്യണത് ഈ ഫോർസയിലാണ്. അതിന് ഗൈസ് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് സംസാരം അടക്കാൻ പോകുന്നത്. ഞാൻ ആ വണ്ടി നിർത്തി സംസാരിക്കേണ്ടി വരുമെന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട്. എനിവേയ്സ്, അപ്പോൾ അതാണ് ഫോർസയുടെ ഒരു ഫീഡ്ബാക്ക്. ക്രൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആർക്കേഡ് ഗെയിം എന്ന നിലയിൽ കുറച്ച് ഒരു പടി മുന്നിൽ തന്നെയാണ് ഫോർസ. ഞാനതിൻ്റെ വ്യൂ ഒന്ന് പുറത്തേക്ക് എടുത്തിടാം. ഓക്കെ, ഒരു പടി മുന്നിൽ തന്നെയാണ് ഫോർസ. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ഗെയിമിലേക്ക് കിടക്കാം. അത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സിമുലേഷൻ ഗെയിംസാണ്, കുറച്ചും കൂടി സിമുലേഷൻ ഗെയിംസാണ്, ആർക്കേഡ് ഗെയിംസ് അല്ല. ആർക്കേഡ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മരങ്ങളൊക്കെ ഇടിച്ചിടാം, സൈഡിൽ പോയിട്ട് ഒന്ന് തട്ടിയാലും ഒന്നും സംഭവിക്കാൻ പോവില്ല. അതാണ് ആർക്കേഡ് ഗെയിംസിന് പ്രത്യേകത. അതൊരു ഫൺ ഗെയിമാണ്. സിമുലേഷൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആണ്. ട്രാക്കിയോടെ ഓടിക്കണം, ആ ട്രാക്ക് ടൈമിങ്, ലാപ്പ് ടൈമിങ്, അതൊരു ഡിഫറെൻറ്റ് ബീസ്റ്റാണ് ഈ സിമുലേഷൻ ഗെയിംസ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്
മറ്റേ മുട്ടി ചോദിക്കണ പോലെ നരകത്തിലേക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കാന്ന് ചോദിക്കില്ലേ, ആ ഒരു നിലയ്ക്ക് നമ്മൾ നിൽക്കണേ. ഇപ്പോൾ നമുക്കിനി ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു സിമുലേഷൻ ഗെയിമിലേക്ക് പോകാം. ഓക്കെ, ഓക്കെ നമ്മളിപ്പോൾ WRCയിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ ജയിക്കണ പോലെയല്ല. നമ്മളെ ഒരു ഡയലോഗില്ലേ, എന്തോ ലൂസിഫറിൻ്റെ ഡയലോഗില്ലേ, നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഞാൻ ആളുടെ പേര് മറന്നുപോയി. എന്തായാലും ഇത് തീരെ എളുപ്പമല്ല. നമ്മളിപ്പോൾ ക്രൂവും വാട്ടർ ഫസ്റ്റും ഫോർസിയും കളിക്കുന്ന പോലെയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു റേസ് ഇതാണെന്ന് തോന്നുന്നു. റൈറ്റ് നൗ എക്സാക്ട്ലി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് എനിക്കത് കുറച്ചധികം സമയം പിടിക്കുന്നതൊന്നും പഠിച്ചെടുക്കാൻ തോന്നുന്നു ഇതിനോട് യൂസ്ഡ് ആവാൻ. പക്ക ഡ്രിഫ്റ്റിംഗ് ആണ് ആൻഡ് ഫീഡ്ബാക്കൊക്കെ അടിപൊളിയാണ്. ആൻഡ് ആ ഫീഡ്ബാക്ക് സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇതിൻ്റെ ഒരു ലെവൽ ഓഫ് ഒരു കോംപ്ലക്സിറ്റി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡേർട്ട് ഡ്രൈവിംഗ് ആണല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ ഫീഡ്ബാക്കും അതൊക്കെ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നതിൻ്റെ സെറ്റിങ്സും പിന്നെ ഞാനത് പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെയും ആയിരിക്കാം. വണ്ടിയുടെ സൗണ്ട് അത് ഈ ഗെയിമിലാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടെ. റാലി കാറുകൾക്കൊരു സൗണ്ട് ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് റാലി കാറുകൾക്കാണ് എനിക്ക് ആ ഒരു എക്സ്ട്രാ സൗണ്ട് ഫീൽ ചെയ്യാറ്. പിന്നെ ഇതിനകത്ത് ഞാൻ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പഠിക്കണം. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടത്തുള്ളൂ വണ്ടി ഓടിക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ഈ എന്താ പറയുക മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥ എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഈ ഗെയിം. എനിവേസ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ക്വിക്കായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം മാറി, സ്വിച്ചസ് എല്ലാം അങ്ങോട്ട് മാറി കിടക്കും. അതാണ് ഒരു ബുദ്ധിമുട്ട്. ഡിവൈസ് കണ്ടോ, നമ്മൾ മറ്റേത് കണ്ട പോലെയല്ല, ഇഷ്ടം പോലെ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് മറ്റേ കിൽക്കത്തിലായതുകൊണ്ട് അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മുടെ റിപ്പയേഴ്സ്, അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഇതിൻ്റെ റിപ്പയേഴ്സ് ഭയങ്കര ഹെവിയാണ്. നമ്മളിപ്പോൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ വണ്ടി റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കരിയർ മോഡിലൊക്കെ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. ആ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ റിപ്പയർ ചെയ്ത് ബഡ്ജറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഉണ്ടാവും തോന്നുന്നുണ്ട്. അതാണ് അവസ്ഥ. അപ്പോൾ അത്രയും ഹാർഡ് കോർ ഗെയിമാണത്, ബട്ട് ചലഞ്ചിങ്. ലൈക്ക് ഇറ്റ്. എനിക്കിതിൻ്റെ ഒരു ഫീൽ, ഈ ഡേർട്ട് ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫീൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഹോപ്പ്ഫുള്ളി ഇനി കുറച്ച് കഴിയുമ്പോൾ അത് യൂസ്ഡ് ആയിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചുമ്മാ ഒന്ന് പടച്ചു വയ്ക്കാമല്ലോ, ഇടിക്കട്ടെ. ലൈറ്റ് റൈറ്റ് എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്. മീഡിയം റൈറ്റ്, ഓക്കെ. ഹാർഡ് ലെഫ്റ്റ്, എനിക്കെല്ലാം ഹാർഡാണ് ചേട്ടാ. ഈശ്വര ഭഗവാനെ. ആൾ ഈസി റൈറ്റ് എന്നൊക്കെ പറയുന്നത്, എനിക്ക് എല്ലാ റൈറ്റും ഒരു അതെ. നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഗെയിം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാൻ ടറിസ്മോ. ഇതിൽ ഫ്രീ റോമിംഗ് ഇല്ല. അപ്പോൾ എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റപ്പ് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഞാനും ഇതിൽ ന്യൂ ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാർസ് അൺലോക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സിമുലേഷൻ റേസിങ്ങിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗെയിം കളിക്കലാണ്. നോട്ട് ആർക്കേഡ് ഗെയിംസ് അല്ല. ആർക്കേഡ് ഗെയിംസ് വേറെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഫണ്ണാണ്. ഇത് പക്ക പ്രൊഫഷണൽ. നമ്മൾ ട്രാക്ക് ടൈമിങ്, ലാപ്പ് ടൈമിങ് ആൻഡ് ഈവൻ ട്രാക്കിൽ ഫെയർ പ്ലേ. നമ്മൾ വെറുതെ വണ്ടികളെ അവിടെ ഇവിടേക്ക് ഇടിച്ചിട്ട് ജയിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. യുനോ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണ് നമ്മുടെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടുള്ളൂ ഓൺലൈൻ കളിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഒരു അൾട്ടിമേറ്റ് ലെവൽ. ഒരു ഗെയിമും കൂടി വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ സോറി, ഒന്ന് ഇടിക്കാണ്ട് പോട്ടെ. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എല്ലാം കാണുന്ന വ്യൂ. ആ വ്യൂവിൽ നമുക്ക് ഓടിക്കാൻ അത്ര സുഖമല്ല ഈ കാർ. ഇതിപ്പോൾ ഞാൻ കാണിച്ചാൽ നമുക്ക് കോക്ക്പിറ്റിനകത്ത് പോകാം. നമുക്ക് ഈ വ്യൂ ആണ് ഈ ഗെയിം ഇതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നും, ഈ വ്യൂവിൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഈ വ്യൂവിൽ ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് നമുക്ക് ട്രാക്കിങ്ങിലാണ്. നേരത്തെ ഞാൻ ഓടിക്കുന്ന പോലെയല്ല. പിന്നെ ഞാനിതിൽ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാഡൽ ഷിഫ്റ്റൊന്നും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഞാൻ. സൈസായിട്ട് ഞാനിതിന് അത്ര യൂസ്ഡ് ആയിട്ടില്ല ഈ ഗെയിം. ഉണ്ടോ, കോക്ക്പിറ്റിനകത്ത് ഓടിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. കുറച്ചും കൂടി ഈസിയാണ് ഓടിക്കാൻ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ക്രൂവിലും മോട്ടോർ ഫെസ്റ്റിലും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മളൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തി. ഒരുപാട് ചേഞ്ചസ് അതിൻ്റെ ഒരു മിനിറ്റ് ഇടിക്കാണ്ട് പോട്ടെ, സോറി ചേട്ടാ.
ഓക്കെ. അപ്പോൾ നമ്മൾ അതിൽ വൈബ്രേഷൻ മറ്റേ സെറ്റിങ്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് ഓടിക്കുമോ, എന്നിട്ട് വരെ നമുക്ക് അടിപൊളി ഫീലാണ് ഓടിക്കാൻ. നമുക്ക് അതായത് അത്രയധികം ഫീഡ്ബാക്സും അത്രയധികം ഇതിൻ്റെ ഈ ഗെയിമിൽ നിന്ന് വരുന്ന സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന ഫീഡ്ബാക്ക് ഒരു ഡിഫറെൻറ്റ് ലെവൽ ഫീഡ്ബാക്കാണ്. അത് മറ്റേ ആർക്കേഡ് ഗെയിംസ് പോലെയല്ല. ക്രൂവിൽ നിങ്ങൾ കണ്ടു വളരെ കുറച്ചുള്ളൂ സെറ്റിങ്സ്, ബട്ട് ഫോർസയിൽ കുറച്ചധികം കൂടി ഉണ്ട്. അതിനേക്കാൾ അക്രമമാണ് ഈ ഗെയിം. ഇനി അടുത്ത് വരാൻ പോണ ഗെയിം ഞാൻ ഇപ്പോൾ പറയാം. അപ്പോൾ റൈറ്റ് അവേ സുഖമാണ് ഓടിക്കാൻ. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ സിസ്റ്ററുണ്ട്, ആൾക്കൊന്നും അധികം ഡ്രൈവിങ് അത്ര അറിയില്ല. പക്ഷേ ഈ ഗെയിം ആൾക്ക് ഓടിക്കാൻ പറ്റി. കാരണം ഇത് ഒത്തിരി കൂടിയും റിയൽ ലൈഫ് പോലെയാണ്. സുഖമായിട്ട് ആ ഒരു ഫീൽ കിട്ടും. ആർക്കേഡ് പോലെ അല്ല ഇതിൻ്റെ ഒരു ഫീല്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമാണോ ആ ഗെയിമാണോ നമുക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതാണ് ഓടിക്കാനാണ് ഇഷ്ടം. അത് മറ്റേതൊരു ഡിഫറെൻറ്റ് കിക്കാണ്. എനിക്കറിയില്ല, ഇതിന് നമുക്ക് ആ ലാപ്പ് ടൈമിങ്ങും ഇപ്പോൾ നമ്മൾ ഈ കോർണറിങ്ങും അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളതിനെ പോളിഷ് ചെയ്ത് പോകണം. എന്നാലേ നമുക്കിതിൽ എന്തെങ്കിലും റേസ് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ ഓൺലൈൻ ഒരു റേസിങ് കമ്മ്യൂണിറ്റിയിൽ കയറണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അടിപൊളിയാണ് ഗൈസ്. ഇത് നമ്മൾ കൺട്രോളർ കളിക്കുന്ന പോലെയല്ല ആണോ. ഇതിപ്പോൾ ഞാൻ ഇരിക്കാണ്ട് പോകണമുണ്ടോ. പിന്നെ അഗെയിൻ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതാണോ അടിപൊളി, മറ്റേത് കാണുന്ന അടിപൊളി വെച്ച് മറ്റേതാണ് കുറച്ചും കൂടി ഇമേഴ്സീവ് ആവാം. ഞാൻ പിന്നെ ഇത് ഓടിക്കുന്നത് എനിക്ക് ഓടിക്കാത്തതിൻ്റെ എളുപ്പത്തിനാണ് തിരിച്ചു വന്നിട്ട്. ഓക്കെ, ഇത് നമ്മുടെ ജാസാണ്. എൻ്റെ കയ്യിൽ കാറൊന്നുമില്ല. അതിപ്പോൾ വണ്ടി ഓടിച്ച് നമ്മൾ കാറ് എന്താ പറയുക ഗ്യാരേജിനകത്ത് കൂട്ടണം. ഓക്കെ, പിന്നെ വേറെ കാര്യം, അപ്പം ഞാൻ പക്ഷേ വേറെ ഐഡിയ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ടൈം ഫ്രീ റോമിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കുറച്ചും കൂടി നല്ല കാറ് നല്ലൊരു പടപടയ്ക്കണത് വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അതൊരു മ്യൂസിക്കൽ റാലി എന്നൊരു സംഭവമാണ്. വേറെ പാട്ടൊക്കെ ഇട്ട് നമ്മൾ ആ പാട്ടിൻ്റെ ബീറ്റ്സിനനുസരിച്ചിട്ട് റാലി ചെയ്യണം. പക്ഷേ അത് ഞാൻ ആഡ് ചെയ്യാം എന്തെങ്കിലും ആവട്ടെ. അതിപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ മ്യൂസിക് ഞാൻ ഷട്ട് ഡൗൺ ചെയ്യും. കാരണം എനിക്കത് ആ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് ഉണ്ടാവും. സോ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് കുറേ ഈ പറഞ്ഞ പോലെ ഒരുപാട് HUDസും മ്യൂസിക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല. ഞാൻ അതൊന്ന് കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അത് ആഡ് ചെയ്യാനകത്ത്. എന്തായാലും ഡെഫിനറ്റ്ലി ആഡ് ചെയ്യും. ഓ, ഫിനിഷ് ആയല്ലോ 16ാമത്തെ. കുഴപ്പമില്ല. അപ്പോൾ അതാണ് GT7. നമുക്കിനി നെക്സ്റ്റ് ഗെയിമിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ലാസ്റ്റ് ഗെയിമിലെത്തിയിരിക്കുകയാണ്. അസറ്റോ കോർസ. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഭയങ്കര റോ ആണ്. ലൈക്ക് പ്രോപ്പർ റേസിംഗ് സെറ്റപ്പ് പോലെ ഫീൽ ചെയ്യും. നമ്മൾ എന്താ പറയുക, എന്തോ ആ ഒരു ലൈഫ് എനിക്ക് എത്തിയ പോലെ ഫീൽ ചെയ്യും. എൻ്റെയൊക്കെ ഇതിൻ്റെ നോളജ് എന്ന് വെച്ചാൽ വളരെ ബേസിക് നോളജാണ് സോഫാർ. പക്ഷെ നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് നമ്മൾ ഇതിൽ ജസ്റ്റ് കിടക്കാൻ മുമ്പ് ഞാൻ സെറ്റിങ്സ് ഒന്ന് കാണിച്ചു തരാം. ദ ഫീഡ്ബാക്ക് സെറ്റിങ്സ് ലൈക്ക് നിങ്ങൾക്ക് കാണാം. കുറച്ച് ഫ്രീക്വൻസി എന്താ നമുക്ക് സെറ്റപ്പ് റോഡ് എഫക്ട്സ് ഉണ്ട്. റോഡ് എഫക്ട്സ് ഒന്ന് കൂട്ടി നോക്കാം കുറച്ച്. നമുക്ക് 10% ലെറ്റ്സ് സേ. ഡാമ്പിങ് മിനിമം ഇതൊക്കെ നമ്മൾ അതിലും കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് നമ്മൾ അതിനകത്ത് കയറി കളിക്കുന്നില്ല. പക്ഷേ ഇവിടെ നോക്കണം, നമ്മൾ ഇതിൻ്റെ കൺട്രോൾ ബൈൻഡിങ്സ് നോക്കുമ്പോണ്ടല്ലോ, ട്രാക്ഷൻ കൺട്രോൾസ് ഓൺ ദ സ്പോട്ട് ഡിക്രീസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഞാൻ ഇനി വേറെ പല ബട്ടൺസും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അത്രയധികം ഈവൻ ഇഗ്നീഷൻ വരെ ഉണ്ട്. ഇത് ഭയങ്കര റോ ലൈക്ക് ക്ലോസ് ഗെയിമാണ്. ഇത് ആക്ച്വലി PS5 വേണ്ടി ആദ്യം ഉണ്ടായിരുന്നില്ല. ഇത് മെയിൻലി PC ഗെയിമാണ്. PC ഗെയിം എന്ന് പറയുമ്പോൾ ഒരു വേറെ എൻ്റെ PC എൻ്റെ നെക്സ്റ്റ് സ്വപ്നമാണ്. പക്ഷേ PC വെച്ചാൽ നമുക്ക് 3 മോണിറ്ററൊക്കെ വെച്ച് ഒരു വേറെ ഇമേഴ്സീവ് ഫീൽഡിൽ കളിക്കാൻ പറ്റും ഈ ഗെയിം. PS5 കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒറ്റ സ്ക്രീനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് 3 സ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. ആൻഡ് GT7 പോലെ തന്നെ ഇത് ഈ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാമറയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. നമുക്ക് ആ ഒരു ഇമേഴ്സീവ് ഫീൽ കിട്ടത്തില്ല. ഞാൻ പക്ഷേ ഇതിൽ യൂസ് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് കാണാനൊക്കെ എളുപ്പം ഇതാണ്. വണ്ടി സെലോട്ട് പോകണുണ്ടോ. പിന്നെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്സും ഹാൻഡ് ബ്രേക്സ് ഞാൻ യൂസ് ചെയ്യില്ല. ബ്രേക്ക് ആയിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇതിൽ സീക്വൻഷ്യൽ ഷിഫ്റ്റ് യൂസ് ചെയ്തൊന്ന് എൻജിൻ ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വ്യൂവിൽ ഓടിക്കുന്നതാണ്. എനിക്ക് ഇതിൻ്റെ കോക്പിറ്റ് വ്യൂവിൽ ഓടിക്കുന്നതാണ് ഇത്രയും കൂടിയും ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ബേസിക്കലി. കാരണം ഇതിൽ നമ്മൾ ഇത്ര തിരിച്ചിട്ടും വണ്ടി പ്രോപ്പറായിട്ട് തിരിയുന്നില്ല. നമുക്ക് കോക്പിറ്റ് വ്യൂവിൽ ഓടിക്കാം. പക്ഷേ അതിന് മുന്നേ
ഇതിൻ്റെ ഫീല് ഈ ഒരു ആംഗിൾ ഓടിക്കുമ്പോഴുള്ള ഫീലല്ല, കോക്ക്പിറ്റിൽ ഓടിക്കുമ്പോഴുള്ള ഫീല് ഈ അടിപൊളി. എന്താ പറയുക, നമുക്കൊരു പ്രോപ്പർ കാർ ഓടിക്കുന്നൊരു ഫീലുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്സ് ആയാലും അമേസിങ് ഫീഡ്ബാക്സാണ്. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. കോക്ക്പിറ്റിനകത്ത് കയറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ പടയ്ക്കും. പിന്നെ എനിക്ക് GT7 ഒരു കരിയർ ഉണ്ടാക്കണോ അത് ഇതിലൊരു കരിയർ ഉണ്ടാക്കണോ എന്നൊരു കൺഫ്യൂഷനിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ. എനിക്ക് ഇതാണ് കുറച്ചും കൂടി എന്താ പറയുക പ്രോ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ക്ലോസ് ടു ബേസിക്കലി ഇത് ഒഫീഷ്യൽ GT3 റേസിങ് ആ ഒരു റേസിങ്ങിൻ്റെ ഒഫീഷ്യൽ ഗെയിമാണ്. സോ ബട്ട് GT7 ആണ് കുറച്ചും പോപ്പുലർ. ഗ്രാൻഡ് ടൂറിസ്മോ 7 ആണ് കുറച്ചും പോപ്പുലർ എന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ. പിന്നെ ഡെഫിനറ്റ്ലി PC യിലാണെങ്കിൽ നമുക്ക് ഇത് കളിക്കാൻ നമുക്ക് ഓപ്ഷനുള്ളൂ, വേറെ ഒന്നും ഓപ്ഷനില്ല. അപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാനിത് മേ ബി ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചേഞ്ചസ് വരുത്തിയിട്ടില്ല. അതൊരു എന്താണോ അതിൽ ബേസിക് സെറ്റിങ്സ് അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഗ്രാൻഡ് ടൂറിസ്മോയിലായാലും ഇതിലായാലും അത് നമുക്ക് ആ ഒരു ഡിഫോൾട്ട് സെറ്റിങ്സിൽ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഫോർസിങ് ക്രൂ അങ്ങനെ ആയിരുന്നില്ല. അത്യാവശ്യം നല്ല നമുക്ക് കുറച്ച് പണി പഠിക്കേണ്ട വന്നു ഇനീഷ്യലി, ഒരു നമ്മുടെ ലെവലിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട്. കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ആർക്കേഡ് ഗെയിംസും ഈ GT7 ഇതും ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതിലത്തെ ഫീഡ്ബാക്കും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ല. വേറെ ലെവൽ ഫീഡ്ബാക്സാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ്. ഫോർസയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതൊരു ഡിഫറെൻറ്റ് നമുക്ക് അതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന തന്നെ ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എൻ്റർടൈൻമെൻ്റ് അല്ലേ. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഈ ഷിക്കേനെ കണ്ടോ, ഓ മൈ ഗോഡ്, എന്നാണോ അത് ആ ഷിക്കേനെക്കൊണ്ടൊരു പെട്ടപ്പെട്ടാൻ പറ്റണം. ഓക്കെ, നമുക്കെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞത് നമുക്കൊരു ലാപ്പ് അടിച്ചാലോ. ഒരു ലാപ്പ് അടിക്കാം, കുറച്ച് സ്ട്രോങ് ആയിട്ടൊരു ലാപ്പ് അടിക്കാം. ഞാൻ അകത്തേക്ക് കയറട്ടെ. സൗണ്ട് കൂടിയതുണ്ടോ ഈ കോക്ക്പിറ്റിനകത്തെ ഫീല്. എനിക്ക് തോന്നാൻ ശരിക്കുള്ള റേസേഴ്സ് അവരുടെ ഹെൽമെറ്റിനകത്ത് വല്ല പ്രോപ്പർ ഹെഡ്ഫോൺസോ എന്തെങ്കിലും ഉണ്ടാവും ഈ സൗണ്ട് കുറയ്ക്കാൻ. അത്രയധികം സൗണ്ടാണ്. ഒരു വളവല്ലേ വരുന്നത്, വളവ് ആയിരുന്നു. പക്ഷേ എന്തെങ്കിലാവട്ടെ, ഇതൊക്കെ നിങ്ങളതിനോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ ഒരു പെട്ടയാണത്. നമ്മൾ ചില സമയത്ത് ഗെയിം കളിക്കുമ്പോൾ കണ്ടിട്ടില്ല ആൾക്കാർ എന്താ പറയുക, ഒരു മിനിറ്റ്, ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ല ആൾക്കാർ നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരിയണത്. അതുപോലെ ഞാൻ കളിക്കുന്ന ഈ ഗെയിം ഞാൻ ലിറ്ററലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, വളവിൽ തിരിവുണ്ട്, ചെറിയൊരു പടപടയ്ക്കാം. ഇതിൻ്റെ ലേണിംഗ് കർവ് കുറച്ച് ഹെവി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത്ര ഈസി ആയിട്ട് നമ്മൾ ഫോർസിൽ നിന്ന് കളിക്കുന്ന പോലെ നമുക്ക് എളുപ്പത്തിൽ കളിക്കാൻ പറ്റില്ല. പക്ഷേ അതാണ് എൻ്റെ ചലഞ്ച്, അതാണ് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ബേസിക്കലി. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഡ്രൈവിംഗ് ലൈൻസ് അസിസ്റ്റൻ്റ് അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും ഒരു ഐഡിയ കിട്ടിയിരുന്നു ബ്രേക്കിംഗ് സോണും കാര്യങ്ങളൊക്കെ. ഈ ഗെയിം മാത്രമല്ല, GT7 ഗ്രാൻഡ് ടൂറിസ്മോ 7 ഉണ്ടല്ലോ, നമുക്ക് ആദ്യം നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് ചുമ്മാ ഗെയിം കളിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യം തന്നെ പോയിട്ട് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് മോഡ്, ഈവൺ ഓൺലൈനിൽ നമുക്ക് ഓരോ ട്രാക്കും പഠിപ്പിച്ചു തരുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ ട്രാക്കിൽ ഓടിക്കണം, ഏതൊക്കെ സൈഡിൽ ബ്രേക്ക് ചെയ്യണം, ഏതൊക്കെ പോയിന്റിൽ ആക്സിലറേറ്റ് ചെയ്യണം, അങ്ങനെ പഠിപ്പിച്ചിരുന്ന കോഴ്സ് വരെയുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് ലോകമാണ്. അങ്ങനെ കോഴ്സ് എടുത്ത് പഠിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ പഠിച്ച് ടിപ്സ് നോക്കും, ഡെഫിനറ്റ്ലി ടിപ്സ് നോക്കും. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് സെറ്റിങ്സ് ആയാലും നമ്മൾ നോക്കും എന്താണ് ഇതിൻ്റെ ടിപ്സ്. നമുക്കൊരു പടപടയ്ക്കാം. ഈ വളവ് നമുക്ക് ആക്സിലേറ്റർ വിടണ്ട. അപ്പോൾ എനിക്കാണ് അടുത്തത് വരുന്നത് മറ്റേ ഷിക്കേനാന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് ചോട്ടേണ്ട വരും. അതെ, ഞാൻ ആക്ച്വലി ഇല്ല ക്ഷമിക്ക്. ഞാൻ MotoGP ഫാനാണ്. കാർ എന്ന് പറയുമ്പോൾ കാർ ഗെയിംസ് എനിക്ക് കാർ റേസിങ് കണ്ടിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതേപോലെ ഓടിക്കുന്നതാണ്. പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം, നമുക്ക് കോക്ക്പിറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം.
അപ്പോൾ നിങ്ങൾ കമൻസിൽ പറയും കോക്പിറ്റ് വ്യൂസ് ആണോ അടിപൊളി അതോ മറ്റേ ഈ ഒരു വ്യൂ ആണോ അടിപൊളി എന്നുള്ള ഒരു ഫീൽ ചെയ്യും. എനിക്ക് കമൻസിലൊന്ന് പറഞ്ഞോ. ഡെഫിനറ്റ്ലി ഫോർസ ഹൊറൈസണിലും ക്രൂവിലും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കളിക്കുമ്പോൾ ഞാൻ ആ കോക്പിറ്റിനകത്ത് ഇരുന്ന് ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തീരെ അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ടാവുക. എനിക്ക് കിട്ടുന്ന പോലെ നിങ്ങൾക്കൊരു ഫീൽ കിട്ടുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എനിവേയ്സ് നമ്മളിപ്പോൾ എല്ലാ ഗെയിംസും ചെക്ക് ചെയ്തു. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതൊരു ഇനീഷ്യൽ എൻ്റെ ഒരു അറ്റംപ്റ്റാണ്, ഫസ്റ്റ് ഫ്യൂ വീഡിയോസാണ്. കാർ ഗെയിംസ് മാത്രമല്ല, നമ്മളെല്ലാ ഗെയിംസും ട്രൈ ചെയ്യും. ഇതൊരു പറഞ്ഞ പോലെ ഇനീഷ്യൽ അറ്റംപ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് ഡെഫിനറ്റ്ലി മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്തെങ്കിലും കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഞാനത് നോട്ട് ചെയ്യും, എക്സൽ വെച്ച് നോട്ട് ചെയ്യും. കാരണം അല്ലാതെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗെയിമിംഗ് ഗഡി സൈനിങ് ഓഫ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.